തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി വരുന്നത് വിലക്കയറ്റ കാലം. വോട്ട് പെട്ടിയിലായി. ഇനി വില കൂട്ടിയാൽ എന്ത്? വാണിജ്യ പാചകവാതക സിലിണ്ടർ വില കൂട്ടിക്കഴിഞ്ഞു. ഗാർഹിക സിലിണ്ടർ വില ഉടൻ തന്നെ കൂട്ടുമെന്ന് കേൾക്കുന്നു. പാൽ വില കൂട്ടാൻ തീരുമാനമായി. പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രഖ്യാപനവും വരും. അപ്രഖ്യാപിത പവർ കട്ട് വന്നു കഴിഞ്ഞു. വൈദ്യുതി നിരക്ക് ഉടൻ കൂട്ടിയേക്കുമെന്നും സൂചനകളും പുറത്തു വരുന്നു. പെട്രോൾ ഡീസൽ വില ഉടൻ കൂട്ടിയേക്കുമെന്നതും ഏറെക്കുറെ ഉറപ്പാണ്. പെട്രോളിനും ഡീസലിനും വില കൂട്ടിയാൽ തൊട്ടു പിന്നാലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സർവ്വസാധനങ്ങൾക്കും വില കൂടും. അതൊരു ഒന്നൊന്നര കൂട്ടലാണ്. ഡീസലിന് 5% കൂട്ടിയാൽ വിപണിയിൽ 30-40% ഒറ്റക്കയറ്റമാണ്. ഇന്ധനവില കൂട്ടിയാൽ ഓട്ടോ ചാർജ് മുതൽ ബസ് ചാർജ് വരെ സ്വാഭാവികമായും കൂട്ടും. 19 കിലോ വാണിജ്യ സിലിണ്ടർ വില ഏറ്റവും ഒടുവിൽ കൂട്ടിയത് 993 രൂപയാണ്. 2026 ഫെബ്രുവരി 28 ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇത് 3 തവണയായി 1332 രൂപ 50 പൈസയാണ് കൂട്ടിയത്. ഹോട്ടൽ ഭക്ഷണവില കൂടിക്കഴിഞ്ഞു. ഇനിയും കൂടാൻ കാത്തു നിൽക്കുകയാണ്. പാൽ വില കൂട്ടിയാൽ അതിൻ്റെ ഗുണം ക്ഷീര കർഷകർക്ക് കിട്ടില്ലേ എന്നൊക്കെ തോന്നാം. പക്ഷേ അപ്പോൾ തന്നെ കാലിത്തീറ്റ വിലയും കൂട്ടും. അതാണ് ചരിത്രം. സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും ജീവിതം വഴിമുട്ടും. വില കൂട്ടിയാലും അവശ്യ സാധനങ്ങൾ വാങ്ങാതിരിക്കാനാവില്ല. അതിനാൽ വലിയ വില കൊടുത്ത് നമ്മൾ സ്വാഭാവികമായും ഇതൊക്കെ വാങ്ങേണ്ടി വരും. പക്ഷേ അപ്പോഴും ഒന്നോർക്കണം, വോട്ടെടുപ്പ് കാലത്ത് ഇതൊന്നും കൂട്ടാതിരിക്കാനും അത് കഴിഞ്ഞ് തന്നെ കൃത്യമായി വില കൂട്ടാനും കാണിക്കുന്ന അധികാരികളുടെ സവിശേഷമായ ആ ശുഷ്കാന്തി. അതിനു മുന്നിൽ ഒരു നല്ല നമസ്കാരം. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി വിലക്കയറ്റ കാലം.